പെർമിറ്റ് ഇല്ലാതെ സർവീസ് നടത്തിയ സ്വകാര്യ ബസിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി. പുലർച്ചെയും രാത്രിയും മാത്രം ജീവനക്കാർ സർവീസ് നടത്തിയത് മദ്യപാനത്തിന് പണം കണ്ടെത്താൻ വേണ്ടിയാണ്. 16,000 രൂപ ബസിന് പിഴയും ഇട്ടിട്ടുണ്ട്. MS ലിഷോയാണ് വിവരങ്ങൾ പറയാനുള്ളത്. ലിഷോയ്, ഇതിപ്പോൾ നിയമലംഘനമാണ്, അതും മദ്യപാനത്തിന് വേണ്ടി എന്നുള്ള കാരണമൊക്കെ പിന്നിലുണ്ട്. എങ്ങനെയായിരുന്നു നടപടി? അതായത് തൃശ്ശൂർ എൻഫോഴ്സ്മെന്റ് മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് വിഭാഗമാണ് ഇത് കണ്ടെത്തുകയും ഈ ബസ്സിനെതിരെ നടപടിയും എടുത്തത്. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ പെർമിറ്റ് ഇല്ലാതെ മാറ്റിയിട്ടിരുന്ന ബസ്സുകൾ, അങ്ങനെയുള്ള ഒരു ബസ്സുകളിൽ ഒന്ന് എടുത്ത് അവിടെ ബസ് കഴുകാനും മറ്റുമായി ഉണ്ടായിരുന്ന ജീവനക്കാരുണ്ട്. ആ ജീവനക്കാർ അത് എടുത്ത് സർവീസ് നടത്തുകയാണ് ചെയ്യുന്നത്. ഇവർ നടത്തുന്ന ഒരു സർവീസ് എന്ന് പറയുന്നത് പുലർച്ചെയാണ്. ആദ്യം പുലർച്ചെ ഒരു ട്രിപ്പ് നേരെ ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് നടത്തും. അത് രാവിലെ 6 മണിക്ക് തൃശ്ശൂരിൽ എത്താവുന്ന തരത്തിലാണ് അത്തരത്തിൽ ആ ഒരു ട്രിപ്പ് നടത്തുന്നത്. അതിനോടൊപ്പം തന്നെ രാത്രി 9:30-ക്ക് ശേഷം മറ്റ് ബസ്സുകളൊക്കെ തന്നെ സർവീസ് ഏകദേശം അവസാനിപ്പിക്കുന്ന ഒരു സമയത്ത് ഇവർ നേരെ തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കും സർവീസ് നടത്തും. ഈ ഒരു സർവീസ് നടത്തുമ്പോൾ 2 ട്രിപ്പിലും നിറച്ച ആളുകളാണ്. പക്ഷേ ഈ ബസ്സിന് പെർമിറ്റ് ഇല്ല. മാത്രമല്ല ഈ ബസ്സിന്റെ ഒരു ഭാഗം ഇടിച്ച് തകർന്നിട്ടുള്ള ഒരു ഭാഗം കൂടിയും ഉണ്ട് ആ ഒരു ബസ്സിൽ. അതിനോടൊപ്പം തന്നെ ഈ ബസ്സിൽ ഓടിക്കുന്ന ഡ്രൈവർക്കും അതുപോലെ തന്നെ കണ്ടക്ടർക്കും മതിയായ ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇല്ല എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് കണ്ടക്ടർക്ക് ഉണ്ടാകേണ്ട ലൈസൻസ് ഉണ്ടായിരുന്നില്ല. ഡ്രൈവർക്ക് ഇത്തരത്തിലുള്ള ബസ്സുകൾ ഓടിക്കാനുള്ള ഒരു ലൈസൻസ് ഉണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതിനോടൊപ്പം തന്നെ 16,000 രൂപയാണ് ഇതിനു വേണ്ടി പിഴയിട്ടിരിക്കുന്നത്. കാരണം പെർമിറ്റ് ഇല്ലാതെ ഈ ബസ് ഈ റൂട്ടിൽ ഓടിക്കുകയും അതിനോടൊപ്പം തന്നെ ഈ ആളുകളെ കുത്തി നിറച്ചാണ് കൊണ്ടുപോയിരുന്നത്. അതായത് 2 ട്രിപ്പുകളും മുഴുവനായ ആളുകൾ ഉണ്ടായിരുന്ന ഒരു സമയമാണ് ഉള്ളത്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പിന്റെ രഹസ്യ വിവരം ലഭിച്ചു. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസം പരിശോധന നടത്താനിരുന്നതാണ്. പക്ഷേ അപ്പോഴേക്കും ഈ ബസ് തകരാറിലായി. അതിനെ തുടർന്ന് ഇന്നിപ്പോൾ വീണ്ടും ഇവർ മറ്റൊരു ബസ്സുമായി ഇത്തരത്തിൽ സമാനമായ രീതിക്ക് രംഗത്തിറക്കിയതാണ്. 2 ബസ്സുകൾക്കും പെർമിറ്റ് ഉണ്ടായിരുന്നില്ല. ഈ ഒരു ബസ്സാണ് നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയിരിക്കുന്നത്. തൃശ്ശൂർ നഗരത്തിൽ വെച്ചായിരുന്നു ഇന്ന് പിടികൂടിയത്.